വൈസ് ചാൻസലർ രജിസ്ട്രാർ പോരിൽ കേരള സർവകലാശാലയിൽ കടുത്ത ഭരണ പ്രതിസന്ധിയാണ്. ദൈനംദിന പ്രവർത്തനങ്ങൾ അവതാളത്തിലായിട്ട് ഒരാഴ്ചയായിരിക്കുന്നു. നിലവിൽ 2 രജിസ്ട്രാർമാരാണ് സർവകലാശാലയ്ക്കുള്ളത്. സിൻഡിക്കേറ്റ് നിയമിച്ച രജിസ്ട്രാറും VC നിയമിച്ച ഇൻചാർജും. രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാർ അയച്ച അടിയന്തര സ്വഭാവത്തിലുള്ളതടക്കം 3 ഫയലുകൾ VC മടക്കി അയച്ചു. എന്നാൽ രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയ്ക്ക് മിനി കാപ്പൻ അയച്ച 25 ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തു. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെതിരെ ഗവർണറെ സമീപിച്ചിരിക്കുകയാണ് VC. ഏറ്റവും ഒടുവിലായി മിനി കാപ്പൻ എന്ന VC നിയമിച്ച രജിസ്ട്രാർ തനിക്ക് ചുമതലയിൽ തുടരാനാകില്ല എന്ന് VC അറിയിച്ചിരിക്കുന്നു. ഈ പോരാട്ടത്തിൽ ബലിയാടാകുന്നത് വിദ്യാർത്ഥികളാണ്. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണ്. കുട്ടികളുടെ കാര്യത്തിൽ ആർക്കും ഉത്തരവാദിത്തമില്ല. ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നു. സ്വാഗതം പ്രേക്ഷകർക്ക്. നമുക്കൊപ്പം അതിഥികളായി SFI പ്രതിനിധി മുഹമ്മദ് സാദിഖ്, KSU പ്രതിനിധി മുഹമ്മദ് ഷമാസ്, ഒപ്പം യുവമോർച്ചയുടെ പ്രതിനിധി P ശ്യാമരാജ് എന്നിവരാണ്. ആദ്യം ശ്രീ മുഹമ്മദ് സാദിഖിലേക്കാണ്. മുഹമ്മദ് സാദിഖ്, നിലവിൽ ഈ സർവകലാശാലയിൽ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ അതിലേറ്റവും ഒടുവിലായി ഉണ്ടായ ചില കാര്യങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ബാലകൃഷ്ണൻ വിശദീകരിച്ചത്. ഭരണപ്രതിസന്ധി എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റത്തെ ഒരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. താങ്കൾക്കുമൊക്കെ അറിയാവുന്നതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകേണ്ടുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരുടെ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നതിൽ ഏറ്റവും അടിയന്തരമായി തന്നെ കിട്ടേണ്ടുന്ന സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നില്ല. കൂടാതെ സാമ്പത്തിക തലത്തിലൊക്കെ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, ഫയലുകൾ നീങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പ്രതിസന്ധി ഇപ്പോൾ ബാധിച്ചിട്ടുള്ളത് ആരെയാണ് എന്നത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല താങ്കളെപ്പോലെ ഒരാൾക്ക്. എന്താണ് സർവകലാശാലയിൽ സംഭവിക്കുന്നത്? ഈ ഗവർണറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കേരളത്തിലെ സർവകലാശാലകളിൽ SFI നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെ സംബന്ധിച്ച് കേരള പൊതുസമൂഹം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഐക്യദാർഢ്യ സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു നരേഷൻ കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷ സംഘടനകളുമെല്ലാം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ നരേഷൻ KSUവും MSFും ഉൾപ്പെടെയുള്ള വലതുപക്ഷ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഏറ്റെടുക്കുന്നുണ്ട്. ആ നരേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഗവൺമെൻറ് പോരാണ്. ആ ഗവൺമെൻറ് പോരിൽ ഗവൺമെൻറ്റിൻ്റെ ചാവേറുകളായി സമരാഭാസത്തിന് വേണ്ടി വന്നിരിക്കുന്നവരാണ് SFI. ഈ ഒരു പോര് തുടരുകയും SFI ആ സമരത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഉന്നത സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഭാവിയെ തകർക്കുകയാണ്. ആ ഭാവി സർവകലാശാലയുടെ ഭരണം താളം തെറ്റിക്കുന്നതിൽ വലിയ പങ്ക് SFI അടക്കമുള്ള സമരത്തിന് നേതൃത്വം നൽകുന്നവർ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു നരേഷൻ്റെ തുടർച്ചയിലാണ് ഇത്തരം ചർച്ചകളെല്ലാം രൂപപ്പെടുന്നത്. കേരളത്തിലെ സർവകലാശാലകളിൽ ഭരണപ്രതിസന്ധി രൂപപ്പെടുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ഫയലുകൾ സമയത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നതിൽ തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരൊറ്റ ഉത്തരവാദിയേ ഉള്ളൂ. ആ ഉത്തരവാദി എന്ന് പറയുന്നത് കേരളത്തിലെ ഗവർണറാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വം അനുസരിച്ച് ഒരു സംസ്ഥാന മന്ത്രിസഭ രാജ്യത്ത് സർക്കാരിന് നേതൃത്വം നൽകുമ്പോൾ ആ മന്ത്രിസഭയുമായി ചേർന്ന് നിൽക്കുന്ന, ഗവൺമെൻറ്റുമായി ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് സാധാരണഗതിയിൽ ഗവർണർ നിർവഹിക്കേണ്ടത്. സർക്കാരിനെ പ്രതിനിധീകരിച്ച് നയപ്രസംഗം നടത്തുന്ന ഒരാളാണ് ഗവർണർ. ആ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന സമീപനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ഫയലുകളിൽ ഒപ്പുവെച്ച് ഭരണപ്രതിസന്ധി സൃഷ്ടിക്കാത്ത നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഭരണഘടനാപരമായി ഗവർണറുടെ മേൽ വന്നിരിക്കുന്ന ചുമതല എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിലെ കഴിഞ്ഞ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനും ഇപ്പോൾ ചുമതലയിലിരിക്കുന്ന ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും അടക്കമുള്ള സംഘപരിവാർ നോമിനികളായ ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന ഫെഡറൽ അടിസ്ഥാനത്തിലുള്ള എല്ലാതരം ഭരണഘടനാ ഉത്തരവാദിത്തങ്ങളുമുള്ള ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ നയത്തിന് വിരുദ്ധമായി ആ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ അട്ടിമറിക്കുന്ന നിലയിലേക്കുള്ള ഒരു വർഗീയവൽക്കരണ അജണ്ട കൊണ്ടുവരികയും സർക്കാരിനെ നിരന്തരം വെല്ലുവിളിക്കുകയും സർക്കാരിനെ മറികടന്നുകൊണ്ട് സർവകലാശാലകളിൽ താൽക്കാലിക VCമാരെ നിയന്ത്രിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ VCമാരെ നിയമിക്കുന്നതിന് വേണ്ടി സെർച്ച് കമ്മിറ്റി വെച്ച് സ്ഥിരം VCമാരെ നിയമിക്കുന്നതിന് പകരം സംഘപരിവാരത്തിൻ്റെ വിധേയരായ ദാസന്മാരെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരായി വെക്കുകയും ആ വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവകലാശാലയുടെ ഭരണം അട്ടിമറിക്കുകയും ചെയ്യുകയാണ്. അതുതന്നെയാണ് കേരളയിൽ നാം കാണുന്നത്. കേരള സർവകലാശാലയിലെ VC ആയിട്ടുള്ള ശ്രീ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, കാലിക്കറ്റ് സർവകലാശാലയിലെ VC ആയിട്ടുള്ള ഡോക്ടർ P രവീന്ദ്രൻ അടക്കമുള്ള
കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാലകളിൽ RSSന്റെ വിധേയരായ വൈസ് ചാൻസലർമാരെ വെച്ചുകൊണ്ട് ആ വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവകലാശാലയുടെ ഭരണത്തെ അട്ടിമറിക്കുകയാണ്. അങ്ങനെ സർവകലാശാലയുടെ ഭരണം അട്ടിമറിക്കപ്പെടുമ്പോൾ, സർവകലാശാലയുടെ നില താളം തെറ്റുമ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആകമാനം താറുമാറായിരിക്കുന്നു എന്നുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കുകയും കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായ ഒരു വാർത്ത സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനിടയിലൂടെ RSS മുന്നോട്ട് വെക്കുന്ന വർഗീയവൽക്കരണ അജണ്ടകൾ എത്രമാത്രം തീവ്രമായി ഈ സർവകലാശാലയിൽ നടപ്പിലാക്കാമെന്നുള്ള ശ്രമമാണ് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമങ്ങളെ അനുവദിക്കുകയില്ല. സർവകലാശാലയുടെ നിലവാരത്തെ തകർക്കാൻ, സർവകലാശാലയുടെ ജനാധിപത്യവും മതനിരപേക്ഷവുമായ മൂല്യബോധങ്ങളെ തകർക്കാൻ, വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ഗവർണറെയും VCയെയും അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് SFI സമരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഈ സമരം ഞങ്ങൾ നടത്തുന്നതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി ആകെ തുലാസിലാകുന്നു, സർവകലാശാലകൾ ആകമാനം അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളൊരു നരേഷൻ അത് അരാഷ്ട്രീയമാണ്. അത് വലതുപക്ഷ പൊതുബോധ നിർമ്മിതിയുടെ ഭാഗമാണ്. ഞങ്ങൾ സമരം നടത്തുന്നത് കേരളത്തിലെ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുടെ അടിസ്ഥാനപരമായ അധ്യയന അവകാശങ്ങൾ, അടിസ്ഥാനപരമായ എല്ലാ നിലയിലുമുള്ള മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന കാഴ്ചപ്പാടിൽ ഊന്നിയ വിദ്യാഭ്യാസം സിദ്ധിക്കാനുള്ള അവരുടെ പൗരാവകാശം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൻ്റെ മുഖത്തിൽ SFI ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് ഇക്കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങൾ നടത്തിയ സമരങ്ങളിലൂടെ ഞങ്ങൾ പ്രഖ്യാപിച്ചത്. ആ സമരത്തിൻ്റെ ഭാഗമായി SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ജയിലിലാണ്. ഇന്നും കേരളത്തിലെ സർവകലാശാലകളിൽ അതിശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ പോരാട്ടം ഞങ്ങൾ തുടരും. ഈ പോരാട്ടത്തിൻ്റെ ഒടുവിൽ കേരളത്തിൽ ഗവർണർക്കും ഗവർണർ മുന്നോട്ട് വയ്ക്കുന്ന വൈസ് ചാൻസലർമാർക്കും മുട്ടുമടക്കേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് വളരെ സുസജ്ജമായ സംവിധാനങ്ങളോടുകൂടി പഠിക്കാവുന്ന അന്തരീക്ഷം കേരളത്തിലെ സർവകലാശാലകളിൽ സംജാതമാകും. ആ നിലയിൽ ഞങ്ങളുടെ സമരം വിജയം കാണും എന്ന് തന്നെയാണ് SFI പ്രതീക്ഷിക്കുന്നത്. ആ സമരത്തെ മറ്റൊരു നിലയിലേക്ക് ചിത്രീകരിക്കാനും അതിനിടയിലൂടെ മുതലെടുപ്പ് നടത്താനും തയ്യാറെടുക്കുന്ന KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ, MSF ഉൾപ്പെടെയുള്ള സംഘടനകൾ തത്വത്തിൽ ചെയ്യുന്നത് RSSന് അനുകൂലമാകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് എന്നുള്ളതാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന യുവമോർച്ചയുടെയും ABVPയുടെയും പ്രതിനിധി ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലൂടെ മുൻവാതിലിലൂടെ കടന്നു വരാൻ അവസരമില്ലാത്തവരാണവർ. കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒരു ക്യാമ്പസിലും ഒരു സർവകലാശാല യൂണിയനിലും ഭരണമേൽപ്പിക്കാൻ പോലും താല്പര്യപ്പെടാത്ത വർഗീയവാദികൾ എന്നുള്ള നിലയിൽ മാറ്റി നിർത്തിയ ABVPക്ക് പിൻവാതിലിലൂടെ കടന്നു വരാൻ ഈ ഗവർണറെയും വൈസ് ചാൻസലർമാരുടെയും ഒത്താശയിലൂടെ സിൻഡിക്കേറ്റിലേക്കും എല്ലാം നുഴഞ്ഞു കയറാനുള്ള ആഗ്രഹമാണ് അവർക്കുള്ളതെങ്കിൽ ആ ആഗ്രഹത്തെ നടപ്പിലാക്കില്ല. അത്തരത്തിലുള്ള പിൻവാതിലൂടെ കേരളത്തിലെ സർവകലാശാലയിലേക്ക് കടന്നു കയറാൻ സംഘപരിവാർ ശക്തികളെ ഞങ്ങൾ അനുവദിക്കില്ല. അതിനെ ഞങ്ങൾ ചെറുത്തു നിൽക്കും എന്നുള്ളതാണ്. അതിനുള്ള ഒത്താശയുമായി VD സതീശൻ അടക്കമുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത് വന്നാൽ ആ പ്രതിപക്ഷ കൂട്ടായ്മയെ കോലീബി സഖ്യത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ വർഗീയവൽക്കരണത്തിന് മുന്നൊരുക്കം നടത്തുന്നതെങ്കിൽ ആ പ്രതിപക്ഷ നേതാവിനെയും ഞങ്ങൾ ചെറുക്കും, VCമാരെയും ഞങ്ങൾ ചെറുക്കും, ഗവർണറെയും ഞങ്ങൾ ചെറുക്കും. മതനിരപേക്ഷതയുടെ വിരുദ്ധപക്ഷത്ത് നിലയുറപ്പിക്കുന്ന എല്ലാ ശക്തികളെയും പുരോഗമന രാഷ്ട്രീയത്തിൽ അടയാളങ്ങളായ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നു വരുന്ന അതിശക്തമായ സമരങ്ങളിലൂടെ ഞങ്ങൾ പ്രതിരോധിക്കും. ആ സമരം വിജയം കാണും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീ മുഹമ്മദ് ഷമാസ്, ഇപ്പോൾ അല്പസമയം മുൻപാണ് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം. അദ്ദേഹം പറയുകയായിരുന്നു, സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാനുള്ള നീക്കമാണ് ഇവിടെ നടക്കുന്നത്, കാവ്യവത്കരണമാണ്, അതിനെതിരെയുള്ള പോരാട്ടമാണ് വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്. വളരെ ന്യായമായൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ ഇപ്പോൾ ഈ കേരള സർവകലാശാല തന്നെ റാങ്കിങ്ങിലൊക്കെ എത്ര മുന്നിലാണോ എന്ന് നമുക്കറിയാം. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുവെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയൊക്കെ ആണെങ്കിലും റാങ്കിങ്ങിൽ ഉന്നത നിലവാരം പുലർത്തുന്നു. കോളേജുകളുണ്ട്, ആ തരത്തിലേക്ക് ക്വിസാറ്റ് ഉണ്ട്. അങ്ങനെ നല്ല ഉന്നതമായ നിലവാരം പുലർത്തുമ്പോഴും ഇത്തരം ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരായ പോരാട്ടമാണ് വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അത് തുടരുകയും ചെയ്യും എന്ന് പറയുകയാണ്. ആ പോരാട്ടത്തെ എന്തുകൊണ്ടാണ് ഒരു സമരാഭാസം എന്ന് പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ആ ഒരു നിലപാട് തന്നെയാണോ ഈ വിഷയത്തിലുള്ളത്? ഇത് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നു എന്നൊരാശങ്കയുണ്ടോ? തീർച്ചയായും കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സമരാഭാസത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ പറഞ്ഞ, ഇന്നിപ്പോൾ ഗോവിന്ദമാഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെന്റിനെ ഞാനൊന്ന് അടിവരയിടുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല തകരുന്നുണ്ട്, അത് ശരിയാണ്. ശ്രീ മുഹമ്മദ് ഷമാസ്, തകർക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്, അതാണ് കാവ്യവത്കരണം. ആ നീക്കത്തെ ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കാനാകില്ല. അതിനെതിരെയുള്ള പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത്. തകർന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, ആ നീക്കം കേവലം ഒരു കാവ്യവൽക്കരണത്തിലൂടെ മാത്രമുള്ള ഒന്നല്ല.
മറിച്ച് ഇത്തരം സമരാഭാസങ്ങളിലൂടെ കൂടെ ഉള്ളതാണ്. എന്തുകൊണ്ടാണ് അതിനകത്ത് നമുക്കൊരു വിമർശനത്തിലേക്ക് പോകേണ്ടി വരും? നമ്മൾ എത്രയോ വ്യത്യസ്തമായ സമരങ്ങൾ കണ്ടിട്ടുണ്ട്, വിദ്യാർത്ഥി വിഷയങ്ങൾ ഏറ്റെടുത്ത പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. SFIയുടെ ഈ വിഷയത്തിലുള്ള സമരവും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോമാളിത്തരവുമെല്ലാം ഏത് രീതിയിലാണ് പൊതുസമൂഹം വിലയിരുത്തുന്ന ബോധ്യമെങ്കിലും ചുരുങ്ങിയ പക്ഷേ SFIക്ക് ഉണ്ടാകണം. കേരളത്തിലെ സർവകലാശാലകളിൽ എങ്ങനെയാണ് ഈ സംഘപരിവാർ അജണ്ടയും RSS വൽക്കരണവും ഒക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്നും അത് ഏത് രീതിയിലാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഒരുപക്ഷെ ആ അജണ്ടയ്ക്ക് വളമേകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ ഈ പറഞ്ഞ CPMൻ്റെയും അതിൻ്റെ നേതാക്കന്മാരുടെയും ഈ പറഞ്ഞ SFI ഒക്കെ സ്വീകരിച്ചു വരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കും. വളരെ നിസ്സാരമായി വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയത്തെ വളരെ ആസൂത്രിതമായി പർവ്വതീകരിച്ച് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാനം ലക്ഷ്യമിട്ട് അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ട് ഈ സമരാഭാസം ആവർത്തിച്ച് പറയാൻ കാരണം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അക്കാര്യം ചൂണ്ടിക്കാണിച്ചല്ലോ. കേരളത്തിൽ നിരവധിയായ സമരങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള സർവകലാശാലയും കേരളത്തിലെ മറ്റ് സർവകലാശാല ആസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്? ഏത് വിഷയത്തിൻ്റെ പുറത്താണ് ഇവർ സമരം ചെയ്തത്? എന്തെങ്കിലും ഒരു വിദ്യാർത്ഥികളുടെ അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നത്തെ ഉയർത്തിക്കാട്ടിയിട്ടാണോ? അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന മറ്റേതെങ്കിലും വിഷയങ്ങളെ ഉയർത്തിക്കാട്ടിയിട്ടാണോ? കേവലം കൃത്യമായ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പുറത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ പറഞ്ഞ ഇവർ തന്നെ ഇന്നിപ്പോൾ എന്താണ് 10 ദിവസമായിട്ട് 13 ദിവസമായിട്ട് VC വരുന്നില്ല, ഇൻചാർജ് ഭരണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിഷേധം രേഖപ്പെടുന്നുണ്ടല്ലോ. കേരളത്തിലെ സർവകലാശാലകളിൽ 13 എണ്ണത്തിൽ 12 എണ്ണത്തിലും ഇൻചാർജ് VCമാർ ഭരണം നടത്താൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? എന്താ ഇവർക്ക് മിണ്ടാട്ടില്ലാത്തത്? ഈ പറഞ്ഞ വിസിറ്റിംഗ് പ്രൊഫസർമാരെ പോലെ കേരളത്തിലെ സർവകലാശാലകളിൽ സ്ഥിരം VCമാരില്ലാതെ വല്ലപ്പോഴും ആഴ്ചയിൽ 1-2 ദിവസം വന്നു പോകുന്ന രീതിയിലേക്ക് സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാതെ കെട്ടിക്കിടക്കുന്ന രീതിയിലേക്കൊക്കെ അവസ്ഥ ഉണ്ടായപ്പോൾ അന്നൊന്നും SFIക്ക് മിണ്ടാട്ടില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് SFIയുടെ RSS വിരുദ്ധ അജണ്ടയും ഈ പറഞ്ഞ സംഘപരിവാർ വിരുദ്ധ പോരാട്ടമൊക്കെ പുറത്തു ചാടുന്നത്. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെ കൃത്യമായി തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ്റെ അടിസ്ഥാന കാരണം എന്തു തന്നെയായാലും ആ ചെയ്ത നടപടി സാങ്കേതികമായി ഈ പറഞ്ഞതുപോലെ നയപരമായി നിയമപരമായി തെറ്റാണ്, ആ നടപടി ശരിയല്ല എന്ന് നിലപാടെടുത്ത ആളുകളാണ് ഞങ്ങൾ. ഗവർണറെ ഈ പറഞ്ഞ ചാൻസലറായുള്ള RSS സമീപനത്തോടും സർവകലാശാലകൾ നടപ്പിലാക്കാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോടുമുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി രാജ്ഭവനിലേക്ക് മാർച്ചും ഗവർണർക്ക് നേരെ കരിങ്കൊടിയും കാണിച്ച പ്രസ്ഥാനമാണ്. ചോദിക്കട്ടെ ശ്രീ മുഹമ്മദ് ഷമാസ്, അപ്പോൾ പിന്നെ നിങ്ങൾ ഈ എതിർപ്പ് എവിടെയാണ്? ഈ സമര രീതിയോടുള്ള എതിർപ്പാണോ? നിങ്ങൾ ഇപ്പോൾ മോഹനൻ കുന്നുമ്മലാകട്ടെ അല്ലെങ്കിൽ ചാൻസലർ ആകട്ടെ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളോട് നിങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയുകയാണ്. അതിനെതിരെയാണല്ലോ SFIയുടെ പോരാട്ടം. അങ്ങനെയെങ്കിൽ നിങ്ങൾ എതിർക്കുന്നത് എവിടെയാണ്? അതിനെതിരെ അല്ലല്ലോ, അതിനെതിരെ മാത്രമല്ലല്ലോ SFIയുടെ പോരാട്ടം. കേവലം ഞാൻ പറഞ്ഞു രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൽ കേവലം ഒരു കോടതി വ്യവഹാരത്തിലൂടെ വളരെ നിസ്സാരമായി അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ പറ്റുന്ന ഈ പറഞ്ഞ രജിസ്ട്രാർക്ക് ആധികാരികമായി തന്നെ അവിടെ കസേരയിൽ ഇരിക്കാൻ പറ്റുന്ന ഇപ്പം ഈ പറഞ്ഞ കോമാളിത്തരം ഒന്നും ഈ പറഞ്ഞ പിടിവലികളൊന്നും കസേരകളിൽ ഒന്നും ഇല്ലാതെ ആ കസേരയിൽ ഇരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതിനൊക്കെ ഉള്ള അവസരം നിഷേധിച്ച് ബോധപൂർവം ആസൂത്രിതമായി കൃത്യമായി തിരക്കഥ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരുന്നു ഇവരുടെ സമരം? SFIയുടെ സമരം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. വളരെ ഈ പറഞ്ഞ 9 വർഷക്കാലം ഇവർ ഉറങ്ങുമായിരുന്നല്ലോ. കേരളത്തിൽ ഒരു വിഷയത്തിൽ ഇവർക്ക് മിണ്ടാട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഇവർ ഈ പറഞ്ഞ പുറത്തു വന്ന സമരത്തിന്റെ രൂപം എങ്ങനെയാ നിങ്ങളുടെ അനുജ ഉൾപ്പെടെയുള്ള ആളുകൾ കാണുന്നുണ്ടല്ലോ. ഇവർ വളരെ കൃത്യമായി ബാരിക്കേഡ് പോലീസിന്റെ ഒത്താശയോടെ കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അല്ല മുഹമ്മദ് ഷമാസ്, ഞാനൊന്ന് പഴയ കാലം താങ്കളൊന്ന് അത്ര പഴയ എന്ന് കരുതി നമ്മൾ ഒരുപാട് പിന്നോട്ട് പോകേണ്ടതില്ല. ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തൊക്കെ നടന്ന പ്രതിഷേധം താങ്കൾ മറന്നുപോയോ? ഇപ്പൊ 9 വർഷമായിട്ട് ഇപ്പോൾ പെട്ടെന്ന് പ്രതിഷേധം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ആ വാർത്തയും ഒക്കെ നമ്മൾ തത്സമയം ഒക്കെ കാണിച്ചതാണല്ലോ. അതെ, ആരിഫ് മുഹമ്മദ് ഖാന്റെ കോമാളിത്തരത്തിനും കോപ്രായത്തിനും അനുസരിച്ച് ഈ പറഞ്ഞ ചില കൃത്യമായി ഗവർണർ സർക്കാർ പോര് ഏത് ഘട്ടത്തിലൊക്കെയാണ് പുറത്തു വന്നതെന്നും അതിന് SFI എങ്ങനെയാണ് കൃത്യമായിട്ട് റോൾ നിർവഹിച്ചതെന്നൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. ആ ചരിത്രത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ പോകാം. ഞാൻ പറഞ്ഞ SFIക്ക് ഏതെങ്കിലും വിഷയം ഈ പറഞ്ഞ പോലെ എന്തൊക്കെ വിഷയങ്ങൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കീം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഒരു വശത്ത് നടന്നു. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിക്കുന്ന വിഷയങ്ങൾ. സർവകലാശാലകൾ ഉൾപ്പെടെ 4 വർഷ ബിരുദ കോഴ്സിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ സ്കോളർഷിപ്പുകൾ കിട്ടാതാകുന്ന സാഹചര്യം, വിദ്യാർത്ഥികളെ വലയ്ക്കുന്ന നിരവധി പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു. അവിടെയൊന്നും എന്താ SFIക്ക് ഇത്രയും അഗ്രസീവായ ഒരു സമരത്തിന് അല്ലെങ്കിൽ അധികാരികളുടെ കണ്ണു തുറക്കുന്ന ഒരു സമരത്തിന് നേതൃത്വം നൽകാൻ കഴിയാതെ കേവലം കേരള സർവകലാശാല രജിസ്ട്രാർക്ക് വേണ്ടി ഈ പറഞ്ഞ വളരെ ആസൂത്രിതമായ ഒരു സമരം, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു വന്നത് പൂർത്തീകരിക്കാൻ അനുവദിക്കണം. വളരെ കൃത്യമായി
കോളേജിൽ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് VC-യുടെ ചേംബറിനടുത്ത് വരെ എത്തിച്ചേരാൻ കഴിയുന്നു. വാതിലുകൾ തള്ളി തുറക്കാൻ കഴിയുന്നു. പോലീസുകാർ കൈപിടിച്ച് കയറ്റുന്നു. ഈ പറഞ്ഞ വാതിലുകൾ പോലീസുകാർ ഒരു വശത്ത് തുറന്നു കൊടുക്കുമ്പോൾ മറുവശത്തു കൂടി ഈ പറഞ്ഞ ജനാലകളിലൂടെ വലിഞ്ഞു കയറാനുള്ള സൗകര്യം ഒരുക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും കേരള സർവകലാശാല മാത്രമല്ല, കണ്ണൂരും MG-യിലും കാലിക്കറ്റിലും ഉൾപ്പെടെ മുഴുവൻ സ്ഥലത്തേക്കും ആസൂത്രിതമായ ഒരു അക്രമം അഴിച്ചുവിട്ട് ഒരു പൊതുവിഷയത്തിൽ നിന്ന് കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ബിന്ദുവിന്റെ കൊലപാതകവും മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ സർക്കാർ പ്രതിക്കൂട്ടിലാകുമ്പോൾ അതിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള ഒരു ആസൂത്രിത ശ്രമം ഒരു വശത്ത്. ഇതേ സമരാഭാസം നടത്തി ഈ സമര കൊപ്രായങ്ങളൊക്കെ കേരള യൂണിവേഴ്സിറ്റിയിലും മറ്റ് സർവകലാശാലകളിലും നടത്തിയ SFI എന്തേ രാജ്ഭവനെതിരെയും RSSനെതിരെയും ഈ പറഞ്ഞ ഗവർണർക്കെതിരെയും ചാൻസലർക്കെതിരെയുള്ള പ്രതിഷേധമാണല്ലോ. രാജ്ഭവൻ മാർച്ച് നടന്നപ്പോൾ ബാരിക്കേഡിന്റെ മുകളിൽ പോയിട്ട് ബാരിക്കേഡിന് അടുത്ത് നിൽക്കാനല്ലാതെ ഏതെങ്കിലും തരത്തിൽ ആ ബാരിക്കേഡ് ഒന്ന് മറികടക്കാൻ, ആ രാജ്ഭവന്റെ മതിൽ ചാടി ഒന്ന് അകത്ത് കടക്കാൻ, രാജ്ഭവനിൽ ചാൻസലറായ ഗവർണർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ, നമുക്കിങ്ങനെ ഒരുപാട് നീട്ടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ചോദിക്കാം. അതായത് നിങ്ങളുടെ ഇതിലുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ വെറും ഒരു രാഷ്ട്രീയ വിഷയം മാത്രമാക്കിയാണ് SFI പ്രതിഷേധത്തെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മറ്റെന്തെങ്കിലും ഒരു കൺസേൺ അല്ല എന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം? ഏതെങ്കിലും ഒരു വിഷയം, മറ്റൊരു വിഷയം, ഇപ്പോൾ ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിഷയം അല്ല, ഒരു മിനിറ്റ്, ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ അങ്ങനെ ചില പ്രശ്നങ്ങൾ, അതിനപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥതയില്ലാത്ത സമീപനം അവർ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണോ നിങ്ങൾക്ക് പ്രശ്നം? തീർച്ചയായും അത് സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണല്ലോ ഈ ഘട്ടത്തിൽ. ഏത് രീതിയിൽ അതൊരു വളരെ ഒരു കോടതി വ്യവഹാരത്തിലൂടെ ക്ലാരിഫിക്കേഷൻ വരുത്താൻ പറ്റുന്ന ഒരു വിഷയത്തിൽ, വളരെ പക്വതയോടുകൂടി പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയത്തിൽ ഇത്രയും ഒരു ആസൂത്രിതമായ ചില നീക്കങ്ങളും ഒരു തിരക്കഥയുടെയും അടിസ്ഥാനത്തിലുള്ള സമരാഭാസവും വേണ്ടിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞാനത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഇതിനകത്ത് പ്രതിക്കൂട്ടിലാകുന്നതും പ്രയാസത്തിലാകുന്നതും ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഈ പറഞ്ഞ SFI നേതാക്കന്മാരോ CPM നേതാക്കന്മാരോ ഒന്നും അല്ലല്ലോ. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയോ നിരവധി സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി, ഇക്വലൻസി സർട്ടിഫിക്കറ്റിനും ഒറിജിനൽ സർട്ടിഫിക്കറ്റിനും ഈ പറഞ്ഞ നിരവധിയായ യൂണിവേഴ്സിറ്റിയിലെ സേവനങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികൾ വലയുകയാണ്. ആ സർവകലാശാലയിലേക്ക് എത്രയോ മണിക്കൂറുകൾ സമരം നടക്കുന്നു. ഓരോ ദിവസവും അനിൽകുമാർ വരുന്നു, സമരം ഈ പറഞ്ഞ രജിസ്ട്രാർ വരുന്നു, ചുമതലയുള്ള രജിസ്ട്രാർ വരുന്നു, VC വന്നാൽ SFI തടയും, ബാരിക്കേഡ്, പ്രശ്നം, പോലീസ്, ഇതൊക്കെ ആ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കിയും അവരെ പ്രയാസത്തിലാക്കുകയും ചെയ്യുന്നില്ല. പാവപ്പെട്ട വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ച് അവരുടെ ഉപരിപഠനവും ഉന്നത വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിക്കാൻ, ജീവിത ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ മുന്നോട്ട് പോകുമ്പോൾ അതിനെയൊക്കെ തടയിടുന്ന ഈ SFI പോലുള്ള ഒരു പ്രസ്ഥാനത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനം പോലും വിശേഷിപ്പിക്കാൻ കഴിയോ? ആ രീതിയിലാണോ ഇവരുടെ വിദ്യാർത്ഥിപക്ഷ നിലപാട് ഇവർ ഉയർത്തിപ്പിടിക്കേണ്ടത്? എന്ത് ആത്മാർത്ഥതയാണ് ഇവർക്ക് വിദ്യാർത്ഥികളോടുള്ളത്? ശരി, അതിനുള്ള മറുപടി അദ്ദേഹം പറയട്ടെ, മുഹമ്മദ് സാദിഖ് പറയട്ടെ. ശ്രീ P. ശ്യാംരാജ്, ഇവിടെ ഇപ്പോൾ 2 രജിസ്ട്രാർമാരാണ്. രജിസ്ട്രാർ ഇൻചാർജ് ഉണ്ട്, രജിസ്ട്രാർ ഉണ്ട്, അതായത് സിൻഡിക്കേറ്റ് നിയമിച്ച രജിസ്ട്രാർ. അദ്ദേഹത്തിന് ചുമതലയിൽ തുടരാനാകില്ല എന്ന് VC പറയുന്നു. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ എത്തുന്നു, ചുമതല നിർവഹിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഫയലുകളിൽ ഒപ്പിടാതെ മടക്കുകയാണ്. അടിയന്തര സ്വഭാവമുള്ള 3 ഫയലുകൾ തിരിച്ചയച്ചിരിക്കുന്നു. എന്നാൽ മിനി കാപ്പൻ അയച്ച 25 ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തു. ഈ തരത്തിലേക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മിനി കാപ്പൻ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് ഈ ചുമതലയിൽ തുടരാനാകില്ല, എനിക്ക് താല്പര്യമില്ല, എന്നെ ഇതിൽ നിന്ന് വിടുതൽ ചെയ്യണം എന്ന് പറയുകയാണ്. ഇതിനു മുൻപ് ഹരികുമാറിന്റെ കാര്യം നമ്മൾ കണ്ടു. ഇതൊക്കെ എന്താണ് ഈ സംഭവിക്കുന്നത്? VC ഒരൊറ്റയാൾ വിചാരിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകില്ലേ ശ്യാംരാജ്? നോക്കൂ, VCയും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കത്തിൽ ഞങ്ങൾ കക്ഷികളല്ല. അത് നിയമപരമായിട്ടും ചില ചട്ടങ്ങളും ഒക്കെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ്. ആ തർക്കങ്ങൾ അവിടെ നിലനിൽക്കട്ടെ, അതിൽ കേസുമായിട്ട് പോകേണ്ട ആളുകൾ കേസുമായിട്ട് പോകട്ടെ, അതിൻ്റെ വിധി ഉണ്ടാകട്ടെ, എന്താണോ നിയമം അനുശാസിക്കുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കട്ടെ. ടോട്ടൽ ഞങ്ങൾക്കൊണ്ട് പറയാൻ സാധിക്കുന്നത് ഈ ഒരു ഞാൻ പറയട്ടെ, തോക്കിക്കറി ഒടിയൊക്കെയല്ലേ, ഞാൻ പറഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, അത് നിയമങ്ങളുടെ വഴിക്ക് നടക്കുക തന്നെ ചെയ്യട്ടെ. ഒന്ന്, ഇവിടെ SFIയുടെ പ്രതിനിധി ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഞങ്ങൾക്ക് കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും പിൻവാതിൽ നിയമനങ്ങളുടെ ആവശ്യമില്ല. നിങ്ങളോട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനടക്കം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സെനറ്റിലോട്ട് വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് കയറിയ ഒരാളാണ്. അപ്പോൾ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ അത്രയും ഒരുപക്ഷെ സ്വാധീനം വന്നിട്ടുണ്ടാവില്ല. അതിൻ്റെ കാരണം
കാരണങ്ങൾ കൂടി ഞാൻ വരാം. പക്ഷേ കേരളത്തിൽ ഞങ്ങൾക്ക് പിൻവാതിൽ നിയമനങ്ങളുടെ ആവശ്യമില്ല. പിൻവാതിൽ നിയമനങ്ങളുടെ ആവശ്യങ്ങളും ചരിത്രവും എല്ലാം ഉള്ളത് കേരളത്തിലെ ക്യാമ്പസുകൾ രാക്ഷസൻ കോട്ട പോലെ കരുതി കയ്യിൽ വയ്ക്കുന്ന ഇടതുപക്ഷ സംഘടനകൾക്കാണ്, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒന്ന്, ഞാൻ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ചില SFIക്കാർ, ഞാനന്ന് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ് ABVPയുടെ, അവിടുത്തെ ചില SFIക്കാർ വന്ന് പറഞ്ഞു ക്യാമ്പസിൽ കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാല് വെട്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ്. പ്രതിരോധം പാപമല്ലാത്തത് കൊണ്ട് കാലുകൾ എനിക്ക് മാത്രമല്ല അവർക്കും കാലുകൾ ഉണ്ട് എന്ന് അവരെ ബോധിപ്പിച്ചതിന് ശേഷമാണ് അവരടങ്ങിയത്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ അക്രമം അഴിച്ചു വിട്ടുകൊണ്ട് മറ്റൊരു വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരുന്നതുകൊണ്ട് ഈ ക്യാമ്പസുകൾ പിടിച്ചു വെച്ചിട്ട് വലിയ ഗീർവാണങ്ങളൊന്നും അടിക്കരുത്, എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കേരളത്തിലെ കലാലയങ്ങളിൽ നടന്നിട്ടുള്ള അത്രയും സംഘർഷങ്ങൾ, കേരളത്തിലെ കലാലയങ്ങളിൽ നടന്നിട്ടുള്ള അത്രയും വിദ്യാർത്ഥി സംഘർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളൊരു മറ്റൊരു സംസ്ഥാനം നിങ്ങൾ പറയും. ഇപ്പോൾ കർണാടകത്തിലായിക്കോട്ടെ, ഉത്തർപ്രദേശിലായിക്കോട്ടെ, ഗുജറാത്തിലായിക്കോട്ടെ, ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഏത് സംസ്ഥാനത്തിനും എടുത്തു, കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI നടത്തിയതുപോലെയുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും ഒരിടത്തും കൂടെ ഉണ്ടായിട്ടില്ല എന്ന്. ഇവിടെ ഈ ഇന്നലെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടുള്ള ചർച്ചകളിലൊക്കെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ ആവർത്തിച്ച് പറയുന്നതാണ് RSS വത്കരണമെന്ന്. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ഈ പറയുന്ന ഗവർണറോ അല്ലെങ്കിൽ ഞങ്ങളുടെ സർക്കാർ കേന്ദ്രത്തിൽ വന്നതിന് ശേഷമോ കേരളത്തിലെ എത്ര യൂണിവേഴ്സിറ്റികളിൽ ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഭാര്യമാർ ജോലി കിട്ടിയിട്ടുണ്ട്? എത്ര യൂണിവേഴ്സിറ്റികളിൽ ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ജോലി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്? എൻ്റെ SFI പ്രതിനിധി നിങ്ങളുടെ നേതാക്കന്മാരുടെ, നിങ്ങളുടെ ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാർക്ക് ജോലി കൊടുത്തു എന്ന്, ഈ ഷംസീർ ഉൾപ്പെടെ ഉള്ളയാളുടെ ഭാര്യമാർക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജോലി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി വരെ ഇടപെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളായിക്കോട്ടെ, കലാലയങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഈ സത്യത്തിൽ കാവ്യവൽക്കരണമൊന്നുമല്ല, നടക്കുന്നത് ചൂപ്പുവൽക്കരണമാണ്. നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? സംസ്ഥാന സർക്കാരിനെതിരെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു. ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ബിന്ദു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ ഹോസ്പിറ്റലിൻ്റെ ഭിത്തി ഇടിഞ്ഞു വീണ് അവർ അതിക്രൂരമായിട്ട് അവർ മരണപ്പെട്ടു. അതേപോലെ തന്നെ നിരവധിയായിട്ടുള്ള കേരളത്തിലെ മുഴുവൻ ഈ മെഡിക്കൽ കോളേജുകളിലും ആവശ്യത്തിന് മരുന്ന് പോലും ഇല്ലാതിരിക്കലാണ്. ആ സമയത്ത് നിങ്ങളുടെ സർക്കാർ നിങ്ങൾക്ക് വിദ്യാർത്ഥി വിഷയങ്ങളിൽ ഒന്നും ഇടപെടാൻ പറ്റാതിരുന്നിട്ടും കൂടി ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി നിങ്ങളെ ഇറക്കി വിട്ടത് കൊണ്ടുണ്ടായ സമരങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെയാണ് കീം. ശരി, നമുക്ക് അതിലേക്ക് എത്താം. ശ്യാംരാജ്, എന്റെ ചോദ്യത്തിനുള്ള മറുപടി ഇനിയും കിട്ടിയില്ല. ശ്യാംരാജ്, അല്ലല്ല, എന്റെ ചോദ്യം ഉണ്ടായിരുന്നു ശ്യാംരാജ്, അതിനുള്ള മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ചോദിച്ചത്, ഇപ്പൊ കേരള സർവകലാശാലയിൽ ഈ നടക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്, എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. ശ്രീ പി ശ്യാംരാജ്, താങ്കളുമായി സംസാരിക്കുന്നതിനിടയിലാണ് ഈ പ്രതിഷേധത്തിന്റെ വാർത്ത വന്നത്. ഞാൻ ചോദിച്ചത് എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി, അതായത് ഇപ്പോൾ കേരള സർവകലാശാലയിൽ നടക്കുന്ന വിഷയത്തിൽ ആ പ്രതിഷേധത്തിൽ എന്താണ് താങ്കളുടെ സംഘടനയുടെ നിലപാട്? ഇതിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ VC ഒരൊറ്റയാൾ വിചാരിച്ചാൽ സാധിക്കില്ലേ എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതിലുള്ള നിലപാട് എന്താണ്? അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. VCയും രജിസ്ട്രാർമാരും തമ്മിലുള്ള വിഷയങ്ങൾ, അതല്ലെങ്കിൽ VCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് വിഷയങ്ങൾ, അത് അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കട്ടെ. ഇവിടെ രജിസ്ട്രാർക്ക് ഹൈക്കോടതിയിലൊക്കെ പോയല്ലോ, പിന്നീട് തിരിച്ചു വന്നതല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ നടക്കുന്ന സമരം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, നിലവിൽ നിങ്ങൾ ഒരാഴ്ച മുമ്പ് ഇവിടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന അതിശക്തമായിട്ടുള്ള ജനരോഷം, ആ ജനരോഷത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ നിലവിൽ നിങ്ങൾ ഈ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിലെ വിഷയം പോലും എന്താണ്? ചട്ടങ്ങളുമായിട്ട് അല്ലെങ്കിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ സമരം ചെയ്യണമെങ്കിൽ സമരം ചെയ്യേണ്ടതാരാണ്? സർവീസ് സംഘടനകളാണ്. അപ്പോൾ വിദ്യാഭ്യാസ വിഷയങ്ങൾ അനവധിയായിട്ടുള്ള കീമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് ക്യാൻസൽ ചെയ്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ, കേരളത്തിലെ 13-ൽ 12 യൂണിവേഴ്സിറ്റികളും സ്ഥിരം VCമാരില്ലാതെ ഇരിക്കുമ്പോൾ, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാതിരിക്കുമ്പോൾ, അത്തരത്തിലുള്ള വിദ്യാർത്ഥി വിഷയങ്ങളിൽ, വിദ്യാഭ്യാസ വിഷയങ്ങളിൽ ഒന്നും ഇടപെടാതെ SFIയെ കൊണ്ട് ഇതുപോലെയുള്ള സമരങ്ങൾ ചെയ്യിപ്പിക്കുന്നത് സർക്കാരിനെതിരെയുള്ള ജനരോഷം മറച്ചു വയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ നിലപാട് അല്ല. ഇപ്പോ ഇതിൽ VC എന്താണ് ചെയ്തിരിക്കുന്നത്? അദ്ദേഹം നിലവിലുള്ള രജിസ്ട്രാർ, അത് സിൻഡിക്കേറ്റ് നിയമിച്ച രജിസ്ട്രാറാണ്. അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ പ്രോപ്പറായി നിയമനം വേണ്ടത്. ആ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു, അതിനുശേഷം മറ്റൊരു രജിസ്ട്രാറെ നിയമിക്കുകയാണ്.
ഇദ്ദേഹത്തിന് ഇനി അവിടെ പ്രവേശനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. പക്ഷെ കോടതിയിൽ ഇദ്ദേഹത്തിന് തുടരാമെന്നുള്ള തരത്തിലേക്കാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അവിടെ ഓഫീസിലേക്ക് എത്തുന്നതും ചുമതലകൾ നിർവഹിക്കാൻ എത്തുന്നതും. മറ്റൊരാളെ ഇൻചാർജ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു, അവരുടെ ഫയലുകൾ അംഗീകരിക്കുന്നു, മറ്റേ ഫയലുകൾ അംഗീകരിക്കാതിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഒരു വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ആരാണ്? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൽ അവസാനം ബലിയാടാകുന്നത് ആരാണ്? വിദ്യാർത്ഥികളാണല്ലോ. ഈ ഒരു സംവിധാനം ഇത് ഒഴിവാക്കേണ്ടതല്ലേ? ഇതെന്ത് സംവിധാനമാണ് ശ്യാംരാജ്? അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാടുമെന്നും. കേരളത്തിലെ ക്യാമ്പസുകളിൽ, കേരളത്തിലെ യൂണിവേഴ്സിറ്റി കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശാന്തമായിട്ട് പഠിക്കുവാനും സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുവാനും അവരുടെ ഭാവിയെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കണം. ഇത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു വശത്തു നിന്ന് മാത്രം കൈയടിച്ചുകൊണ്ട് ശബ്ദമുണ്ടാവുന്നതല്ലോ. എവിടെയാണോ വിഷയങ്ങളുള്ളത് അത്തരം വിഷയങ്ങളെല്ലാം പരിഹരിക്കണമെന്നേ. അതിനകത്ത് ഞങ്ങൾക്ക് രണ്ടാമതൊരു അഭിപ്രായമില്ല. ഇതിനകത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ട് ഗവർണറെ മാത്രം കുറ്റപ്പെടുത്തുന്നതും വൈസ് ചാൻസലറെ മാത്രം കുറ്റപ്പെടുത്തുന്നതും അത് ഞങ്ങളുടെ തലയിലേക്ക് ഇടുന്നതും ഒക്കെയാണ് ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾ പറയുന്നത് ചർച്ചകൾ നടക്കണം, രീതികളിൽ പോകണം. എവിടെയാണോ പ്രശ്നം അവ പരിഹരിക്കപ്പെടുക തന്നെ വേണം. നിലവിലുള്ള സിൻഡിക്കേറ്റിന്റെ പ്രശ്നങ്ങളില്ലേ, VC സിൻഡിക്കേറ്റിലും അംഗങ്ങളോട് ചർച്ച നടക്കട്ടെ, അല്ലെങ്കിൽ രജിസ്ട്രാറുമായിട്ട് സർവകലാശാലയിലേക്ക് എത്തിയിട്ട് ദിവസം എത്രയായി? അതിന്റെ പ്രതിഷേധമാണ് അല്പസമയം മുൻപ് നമ്മൾ കണ്ടത്. ശ്യാംരാജ്, 13 ദിവസമായി VC എവിടെ എന്ന് ചോദിക്കുകയാണ്. VC അങ്ങോട്ടേക്ക് എത്തേണ്ടത് അത്യാവശ്യമല്ലേ? അതിനുത്തരം പറയേണ്ടത് ഞങ്ങളാണോ? അല്ല, താങ്കൾ പറയുകയാണല്ലോ ഇതിപ്പോ എല്ലാ കുഴപ്പത്തിനും കാരണം VCയും ഗവർണറും ഒന്നും അല്ല എന്ന് പറയുമ്പോൾ നിലപാട് വ്യക്തമാണ്. ഞാൻ ചോദിക്കുകയാണ്, VC അങ്ങോട്ടേക്ക് എത്തേണ്ടുന്ന ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഇല്ലേ എന്ന ചോദ്യം. ആ ചോദ്യം നിങ്ങളും ചോദിക്കേണ്ടതല്ലേ? VC, അതാണ് ഞാൻ പറഞ്ഞത്, നിരവധിയായിട്ടുള്ള അത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടെന്നേ. VCയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്, രജിസ്ട്രാറിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുവെന്ന്. ഇത് കേവലമായിട്ടുള്ള ഒരു വിഷയത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടാണോ? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ നിലവിലെ വിഷയങ്ങളെന്ന് പറയുന്നത് കേവലം ഒരു കാര്യത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ട് നിൽക്കുന്നതാണോ? അല്ലല്ലോ. എത്രയോ വിഷയങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കലാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഈ നിലവിലെ സ്ഥിതി എന്താണ്? ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കലല്ലേ. കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഏകദേശം 88,000-ഓളം വരുന്ന സീറ്റുകൾ കാലിയായി കിടക്കുകയല്ലേ. വിദ്യാഭ്യാസത്തിൽ ഒന്നാമത് എന്ന് ഊറ്റമുള്ളത് നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. നമ്മൾ ഒന്നാമതാവുക തന്നെ വേണം. പക്ഷേ ആ സംസ്ഥാനത്ത് നിന്ന് വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് പറന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്? ഇനി ഈ കീമിൻ്റെ റിസൾട്ട് ക്യാൻസൽ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്താണ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? കേരളത്തിലെ എത്രയോ മിടുക്കന്മാർക്ക് അവസരം ലഭിക്കാതിരിക്കും. ഇനി കേരളത്തിന് പുറത്തുള്ള എത്രയോ വിദ്യാഭ്യാസ ലോബികൾ. നമ്മുടെ വിഷയം ഇന്നിപ്പോൾ അതല്ല എന്നുള്ളത് ഗൗരവതരമായ വിഷയമാണ്. നമ്മളുടെ വിഷയം അതല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. ശ്രീ മുഹമ്മദ് സാദിഖ്, ഇപ്പോൾ നേരത്തെ 2 പേരും ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി എന്താണ്? ഇത് ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. കുട്ടികളെ കുറിച്ചുള്ള വേവലാതിയില്ല. നിയമപരമായി നീങ്ങേണ്ടത് അങ്ങനെ തന്നെ നീങ്ങുകയാണ് വേണ്ടത്. പക്ഷേ മറ്റു ചില വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് കൂടി വേണ്ടിയുള്ള ഒരു സമര ആഭാസം എന്നതിൽ ഉറച്ചു നിൽക്കുന്നു. KSUവും അതേ വാചകം തന്നെയാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെ. അതെ, ഈ ചർച്ച കേൾക്കുമ്പോഴോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പഴയൊരു സിനിമാ ഡയലോഗാണ്. എൻ്റെയും ചേട്ടൻ്റെയും ശബ്ദം ഒരേപോലെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ, എന്ന് പറഞ്ഞ പോലെയാണ്. KSUവിൻ്റെ ഷമ്മാസിൻ്റെയും യുവമോർച്ചയുടെ ശ്യാംരാജിൻ്റെയും ശബ്ദം ഇടയ്ക്കൊക്കെ ഒരേപോലെ തോന്നുകയാണ്. VD സതീശൻ നയിക്കുന്നവരും VD സവർക്കർ നയിക്കുന്നവരും ഒരേ ആശയം പ്രസരിപ്പിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ സമകാലീന രാഷ്ട്രീയ മണ്ഡലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ രാഷ്ട്രീയം കേരളത്തിലെ സർവകലാശാലകളിലേക്ക് കുത്തിവെക്കാൻ വേണ്ടി ഒരു വശത്ത് ഗവർണർ VCമാരെ ഉപയോഗിച്ച് ശ്രമിക്കുന്നു. ആ ശ്രമം വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് സ്വാഭാവികമായിട്ട് യുവമോർച്ചയുടെ നേതാവ് കാണുക. കാരണം അദ്ദേഹത്തിൻ്റെ ആശയം അങ്ങനെയേ കേരളത്തിൽ നടപ്പിലാവൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അത് കാണുമ്പോൾ എന്തിനാണ് KSU നേതാക്കൾക്കും പ്രതിപക്ഷ നേതാവിനും സന്തോഷം തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ചർച്ച ചെയ്ത സമയത്ത് ഇവർ 2 പേരും പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ പ്രതികരിക്കേണ്ടതുണ്ടെന്ന് തോന്നുകയാണ്. ഒന്ന്, KSUവിൻ്റെ നേതാവ് പറയുന്നു വിദ്യാർത്ഥികളെ ബാധിക്കുന്ന അനേകം പ്രശ്നങ്ങളുണ്ട്, ആ വിഷയങ്ങളിലൊന്നും SFI സമരം ചെയ്യുന്നില്ല, 9 വർഷമായി SFI ഉറങ്ങുകയായിരുന്നു എന്നുള്ളത്. 9 വർഷമായി SFI ഉറങ്ങുകയായിരുന്നില്ല, ഷമ്മാസ് കിടന്നുറങ്ങിയത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ 9 വർഷമായി ഈ കാലയളവിനിടയിൽ SFI നടത്തിയ ഒരു സമരവും കാണാതെ പോയത്. ആങ്കർ തന്നെ ഇടയ്ക്ക് തിരുത്തി പറഞ്ഞു, ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലയളവിൽ ഞങ്ങൾ നടത്തിയ സമരം. ഗവർണർക്കെതിരെ മാത്രമല്ലെന്നേ, കേരളത്തിലെ ഗവൺമെന്റ് തന്നെ സ്വീകരിച്ച സമീപനങ്ങൾക്കെതിരായി സമരം നടത്തിയ അനുഭവം ഈ 9 വർഷക്കാലത്തിനിടയിൽ മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ശക്തമായി തന്നെ സമരമുഖത്തുണ്ട്.
പിന്നെ ഞങ്ങൾ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളാണ് ഏറ്റെടുക്കുന്നത്. കേരള സർവകലാശാലയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിലും സമാനമായ നിലയിലുള്ള പ്രശ്നങ്ങളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. ഞാനിപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ്. ഇവിടുത്തെ പ്രശ്നം എന്താ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നം KSUവിൻ്റെ ഒരു നേതാവ്, ഷമ്മാസിൻ്റെ സംഘടനയുടെ നേതാവ്, വിക്ടോറിയ കോളേജിലെ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് തോറ്റ പ്രൊജക്റ്റ് സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിനെ ലംഘിച്ചുകൊണ്ട് ചട്ടവിരുദ്ധമായി പാസാക്കി കൊടുക്കുന്നു. കാലിക്കറ്റ് സർവകലാശാലയുടെ VC കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായിട്ടാണ്, കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവായിട്ട് പ്രവർത്തിച്ചു വന്നയാളാണ്. അദ്ദേഹം VC ആയതിനു ശേഷം നേതാക്കൾ അന്യായമായി പാസാക്കി കൊടുക്കുന്ന വാർത്ത വരികയാണ്. അതേസമയം RSSന്റെ പ്രചാരകനായി സേവാഭാരതിയുടെ വേദികളിൽ അദ്ദേഹം പോകുന്നു. VCയുടെ ചേംബറിലേക്ക് സേവാഭാരതിയുടെയും RSSന്റെയും നേതാക്കളെ ക്ഷണിച്ചു കൊണ്ടുവരുന്നു. ഇത് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണേ. അടിസ്ഥാനപരമായി ക്യാമ്പസിൽ മതനിരപേക്ഷ മൂല്യബോധങ്ങളുടെ ഉള്ളടക്കത്തോടുകൂടി പഠിക്കാനുള്ള അവകാശം കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ട്. കാരണം ഇന്ത്യയുടെ ഭരണഘടന തന്നെ വിഭാവനം ചെയ്യുന്നത് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു ആശയമാണ്. ആ ആശയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് ജീവിക്കാനുള്ള പൗരാവകാശത്തെ ലംഘിക്കുന്ന നിലയിലേക്ക് ഈ വർഗീയവൽക്കരണം വരുമ്പോൾ അതിനെ ചെറുക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കും. പിന്നെ രാജ്ഭവന്റെ മതിൽ എന്തുകൊണ്ട് ഞങ്ങൾ ചാടിക്കടന്നില്ല എന്നാണ്. ഇതേ ഷമ്മാസ് തന്നെ അതിന് തൊട്ടു മുന്നേ പറഞ്ഞു, കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റിലും ഞങ്ങൾ കാണിക്കുന്നത് സമര ആഭാസമാണ്. ഈ സമരത്തെ അദ്ദേഹം ആഭാസം എന്ന് വിളിക്കുകയാണ്. അതേസമയം രാജ്ഭവനിൽ ഞങ്ങളുടെ ആഭാസം കുറഞ്ഞുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഷമ്മാസ് ചില സ്ഥലങ്ങളിൽ ആഭാസം ആഗ്രഹിക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ആഗ്രഹിക്കുന്നില്ല. ഷമ്മാസിന്റെ ആഗ്രഹത്തിനനുസരിച്ച് സമരം ചെയ്യാനല്ലല്ലോ SFI പ്രവർത്തിക്കുന്നത്. ഈ രാജ്ഭവനിലേക്ക് ഞങ്ങൾ ഇരച്ചു കയറിയ അനുഭവം മുമ്പുണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സമരം ചെയ്യുന്ന സമയത്ത് പോലീസ് ഞങ്ങളെ വല്ലാണ്ട് അങ്ങ് താലോലിച്ച് കളയുന്നു. പോലീസ് തുറന്നു കൊടുത്ത വാതിലിലൂടെയാണ് SFIക്കാർ കടന്നു കയറി പോകുന്നത് എന്നൊക്കെയാണ്. എന്ത് വാദമാണ് സുഹൃത്തെ താങ്കൾ പറയുന്നത്? SFIയുടെ ഭാഗമായി സമരം ചെയ്തതിൻ്റെ പേരിൽ കേരളത്തിൽ 34 സഖാക്കൾ ഇന്ന് ജയിലിലാണ്. 34 വിദ്യാർത്ഥി സഖാക്കൾ. അതിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉണ്ട്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള SK ആദർശ് ഉണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ഗോപികൃഷ്ണൻ ഉണ്ട്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള അനേകം സഖാക്കളുണ്ട്. 34 പേര് ജയിലിലാണ്. പോലീസ് SFIക്കാർ സമരം ചെയ്യുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണെങ്കിൽ 34 പേര് ജയിലിൽ കിടക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ പോലീസിനെയും പോലീസിന്റെ മർദ്ദനോപാധികളെയും എല്ലാം നേരിട്ട് ബാരിക്കേഡുകളെ ഭേദിച്ച് അതേപോലെ തന്നെ സർവകലാശാലയുടെ എല്ലാ ബന്ദോബസ്തിനെയും ഭേദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയതാണ്. ഞങ്ങൾക്ക് ആരും വാതിൽ തുറന്നതല്ല. കാലിക്കറ്റ് സർവകലാശാലയുടെയും കേരള സർവകലാശാലയുടെയും VCയുടെ ചേംബറിന് മുന്നിൽ വരെ SFIയുടെ സമരസഖാക്കൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സംഘടനയുടെ സമരവീര്യം കൊണ്ടാണ്. പോലീസിന്റെയും മറ്റ് സംവിധാനങ്ങളുടെയും ബാരിക്കേഡുകളെയും ബന്ദോബസ്തുകളെയും മറികടക്കാനുള്ള ചങ്കൂറ്റവും ആത്മവീര്യവും SFIക്കുള്ളത് കൊണ്ടാണ്. ആ നിലയിലുള്ള പങ്കാളിത്തം സമരമുഖങ്ങളിൽ SFI അണിനിരത്തുന്നത് കൊണ്ടാണ്. 500ഉം 1000ഉം വിദ്യാർത്ഥികൾ സമരം ചെയ്ത് ഇരമ്പി വരുമ്പോൾ അതിനെ തടയാനുള്ള സംവിധാനങ്ങൾ അവിടെ ദുർബലപ്പെട്ടത് കൊണ്ടാണ്. ശരി, മുഹമ്മദ് സാദിഖിന് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ആ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ഈ കീം വിഷയത്തിലൊക്കെ എന്താണ് നിലപാട് എന്നത് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കണമെന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഞാൻ മുഹമ്മദ് ഷമാസിലേക്ക് ഒരു ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല. മുഹമ്മദ് ഷമാസ്, എൻ്റെ ചോദ്യം, ഇപ്പൊ ഇതിനു മുൻപ് നമ്മൾ കാണാത്ത തരത്തിലേക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി, ഇപ്പൊ ഈ ഗവർണർ വരുന്നതിന് മുൻപ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ശ്രീമതി അനുജ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? എനിക്ക് കേൾക്കാം, പക്ഷെ ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കേൾക്കാമോ? അല്ല, ഞാൻ ഈ ശ്യാംരാജിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മറുപടി അല്ല, ഞാൻ ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചിരുന്നു, അത് താങ്കൾ കേട്ടോ? കാരണം കേട്ടില്ല, ഒന്നുകൂടെ ചോദിക്കൂ. ഞാൻ ചോദിച്ചത് ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഏറ്റവും ഒടുവിലുണ്ടായിട്ടുണ്ടായിരുന്ന കീം വിഷയത്തിൽ നിങ്ങൾ പ്രതിഷേധിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് SFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരിശോധിച്ചാൽ ഇന്നലെ ഞങ്ങളുടെ ഒരു പ്രസ്താവന കാണാം. കീം വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് SFI കേരള സംസ്ഥാന കമ്മിറ്റി സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിലുള്ള ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മുഹമ്മദ് സാദിഖ് അതൊരു പ്രസ്താവനയിൽ ഒതുക്കി. അത് സമരം ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് ആ വിഷയം വരുമ്പോൾ ഞങ്ങൾ സമരം ചെയ്യുകയും ചെയ്യും. അല്ല, സമരം ചെയ്യേണ്ടുന്ന ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വിദ്യാർത്ഥികൾക്ക് പ്രശ്നമാണ് എന്നുള്ളത് അറിയാമല്ലോ മുഹമ്മദ് സാദിഖ്. ഇതിപ്പോ വിദ്യാർത്ഥികൾ, ഞാൻ സമരം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, പക്ഷേ ഇവിടെ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാകുന്നുണ്ട് എന്നുള്ളത് അറിയാമല്ലോ. കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ് എന്നറിയാമല്ലോ. അവസാന നിമിഷം ഇത് സർക്കാരിന്റെ ഉദ്ദേശ്യശുദ്ധിയെ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷേ അതിൽ ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അവസാന നിമിഷത്തേക്ക് അത് മാറ്റിവെച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവിടെയാണ് കോടതിയും വിമർശനം ഉന്നയിച്ചത്. അപ്പോൾ ആ കാര്യത്തിൽ എവിടെയാണ് പാളിച്ച പറ്റിയത് നിങ്ങൾക്കറിയാമല്ലോ.
അതൊരു പ്രസ്താവനയിൽ ഒതുക്കേണ്ടുന്ന കാര്യമാണോ അങ്ങനെയെങ്കിൽ? സർക്കാർ ഒരു തീരുമാനം കൈക്കൊള്ളുന്നു, ആ തീരുമാനം കോടതിയിലാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇപ്പം ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് മാർച്ച് നടത്താൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിനോടൊപ്പം അങ്ങനെയല്ലോ. ഹൈക്കോടതിയിലേക്ക് മാർച്ച് നടത്തുക എന്നാണോ അതിനർത്ഥം? പഠിച്ച കുട്ടികൾക്ക് ഇത് എന്തുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തള്ളിക്കളഞ്ഞത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കല്ലേ നമ്മൾ എത്തേണ്ടത്? സർക്കാർ സ്റ്റാൻഡിനെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. പക്ഷേ ഈ ഘട്ടത്തിൽ അത് പരിഹരിക്കപ്പെടണം എന്നുള്ള ചില സമയത്ത് ഞാൻ പറയുന്നു അദ്ദേഹം കേൾക്കുന്നില്ല. ഞാനൊരു ഇടവേളയിലേക്ക് പോകും. മുഹമ്മദ് ഷമാസ്, ഇപ്പോൾ അടിയന്തര സ്വഭാവത്തിലുള്ള ഫയലുകൾ അടക്കമാണ്, അത് 3 ഫയലുകൾ VC മടക്കി അയച്ചു, രജിസ്ട്രാർ ഒപ്പിട്ട് അയച്ചതാണ്. എന്നാൽ മിനി കാപ്പൻ അയച്ച 25 ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ ഇതിനു മുൻപൊന്നും കേൾക്കാത്ത തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെയൊക്കെ ബലിയാടാകുന്നത് ആരാണ്? അപ്പോൾ ഇതിൽ നമ്മൾ പ്രതികരിക്കേണ്ടേ മുഹമ്മദ് ഷമാസ്? അത് നിയമപരമായിട്ട് അങ്ങനെ അങ്ങ് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണോ വേണ്ടത്? അല്ല, ഒരിക്കലുമല്ല. വളരെ കൃത്യമായി ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഈ ഭരണ പ്രതിസന്ധിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ പറയപ്പെട്ട ഇതിലെ കക്ഷികൾക്കാർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം ഈ രീതിയിലല്ല പ്രവർത്തിക്കേണ്ടത്. അവിടെ ഈ രീതിയിൽ താളം തെറ്റിയ നിലയിൽ, നാഥനില്ലാത്ത രീതിയിൽ 2 കസേരകൾക്ക് വേണ്ടിയുള്ള പിടിമുറുക്കമോ അല്ലെങ്കിൽ അങ്ങനെ കസേര തെറിപ്പിക്കാനുള്ള ആഭാസങ്ങളോ അല്ല അരങ്ങേറേണ്ടത്. മറിച്ച് വളരെ കൃത്യമായ ഒരു അക്കാദമിക് അന്തരീക്ഷം നിലനിൽക്കണം. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. അവർക്ക് ആവശ്യമായ അതെങ്ങനെയാണ് പരിഹരിക്കപ്പെടുക എന്നാണ് KSU കരുതുന്നത്? എങ്ങനെ നിലവിലെ ഒരു സാഹചര്യത്തിൽ അത് ഏത് തരത്തിലേക്ക് പരിഹരിക്കപ്പെടും? എങ്ങനെ കഴിയും? അത് ആരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്? പരിഹാരം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ അതിന് മുൻകൈ എടുക്കുന്നതിന് സർക്കാരിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, ഒന്നുകിൽ കോടതി വ്യവഹാരം ഉൾപ്പെടെ നടന്ന ഒരു വിഷയമാണിത്, അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഒരു നയപരമായ സമീപനം സ്വീകരിച്ച് ബന്ധപ്പെട്ട ആളുകളുമായി എന്തൊക്കെ കാര്യത്തിൽ ഇവർ ഈ പറഞ്ഞ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കൂട്ടി കാണാൻ വേണ്ടി 6 ഏക്കറിനെയും കൂട്ടി പുട്ടും കടലയും കഴിക്കാൻ പോയ കഥയൊക്കെ നമുക്കറിയാലോ. പിറന്നാൾ ആകുമ്പോൾ ജന്മദിനത്തിന് ആശംസ നേർന്ന് പൊന്നാട അണിയിക്കാനും സമ്മാനം കൊടുക്കാനൊക്കെ വരുന്ന ഗവർണർമാരെയും ക്ലിഫ് ഹൗസിലേക്കും രാജ്ഭവനിലേക്കും മാറി പോകുന്ന ഈ പറഞ്ഞ കുടുംബസമേത യാത്ര എന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ അവരവരുടെ ആവശ്യത്തിന് തങ്ങളുടെ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വേണ്ടി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതിന് പകരം കേരളത്തിലെ വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെയും ഭാവി തലമുറയും ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഇത്തരം നയപരമായ സമീപനങ്ങൾ സ്വീകരിക്കാൻ എന്തുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള ആളുകൾക്ക് തയ്യാറാകുന്നില്ല? മറിച്ച് ഈ രീതിയിൽ ഒരു സമരാഭാസത്തിന് വേദിയൊരുക്കുകയാണല്ലോ. ഞാൻ 1-2 വിഷയത്തിൽ മറുപടി പറഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഇവിടെ SFIയുടെ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ വളരെ രൂക്ഷമായ രീതിയിൽ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാകുമ്പോൾ ജനകീയ വിഷയങ്ങളെ മറക്കാനാണ് SFIയുടെ ഈ ആഭാസം എന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശിനെ ഉൾപ്പെടെ സംഘപരിവാറാക്കാൻ, അദ്ദേഹത്തെ RSS ക്യാപ്സ്യൂളിലേക്ക് കൊണ്ടെത്തിക്കാനൊക്കെ ഉള്ള ചില ബോധപൂർവമായ നീക്കങ്ങൾ നടക്കുന്നു. ഒരു കാര്യം വളരെ കൃത്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ RSS വിരുദ്ധ പോരാട്ടത്തിന്, സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന് ഒരു തരത്തിലും ഇത്തരം സമര ആഭാസം നടത്തുന്ന SFIയുടെ കുട്ടിക്കൊരങ്ങന്മാരുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ, അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിനിടയിൽ വളരെ കൃത്യമായി, വളരെ ശക്തമായ രീതിയിൽ തന്നെ നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിയവാസം അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ ജനൽ വഴിയും രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിത്തകർക്കാൻ നിങ്ങൾ കയറിയതുപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ വാനരപ്പടയുടെ സ്വഭാവം തന്നെയാണ്. ഒരു അത്തരത്തിൽ വ്യക്തിപരമായുള്ള അധിക്ഷേപങ്ങളൊന്നും പാടില്ല മുഹമ്മദ് ഷമാസ്. ഈ ചർച്ചയിൽ അത് അനുവദിക്കാൻ കഴിയുകയുമില്ല. ഇവർ കാണിക്കുന്ന തോന്നിയവാസത്തെ പിന്നെ ഞങ്ങൾ എങ്ങനെയാ വിശേഷിപ്പിക്കേണ്ടത്? കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ, കീം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ വളരെ ഗൗരവത്തിലെടുക്കുമ്പോൾ ഞങ്ങൾ പ്രസ്താവന കൊടുത്തിട്ടുണ്ട് പറയുന്ന SFI നേതാവിനെ നിങ്ങൾ കാണുന്നത് ഇതേ 24-ലെ പ്ലാറ്റ്ഫോമിലെ പറയുന്നത് ഞങ്ങൾ പ്രസ്താവന കൊടുത്തിട്ടുണ്ടെന്ന്. ഈ പറയുന്ന സർവകലാശാലയിൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കീം വിഷയത്തിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് നേതാക്കളുടെ ചിത്രത്തിന് ശരി, നമ്മുടെ ചർച്ചയുടെ സമയം അവസാനിക്കുകയാണ്. ഏതായാലും ഈ മുഹമ്മദ് സാദിഖിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാല VC എന്നൊക്കെയുള്ള ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമ്മുടെ ചർച്ചയിലിരിക്കുന്ന മുഹമ്മദ് സാദിഖാണ്. താങ്കൾ അത് അറിഞ്ഞു കാണുമെന്ന് ഞാൻ കരുതുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത മുഹമ്മദ് സാദിഖ്, മുഹമ്മദ് ഷമാസ്, ഒപ്പം തന്നെ ശ്യാംരാജ്. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുകയാണ്.